ധൈര്യം എന്നോട് പറഞ്ഞു കൊയിലാണ്ടി വന്ന് ഹോസ്പിറ്റലിൽ വന്ന് കച്ചറ ഉണ്ടാക്കും പോലും. എന്നിട്ട് കൊയിലാണ്ടി ഹോസ്പിറ്റലുകാരെ കൊണ്ട് എൻ്റെ പേരിൽ കേസ് കൊടുപ്പിക്കും. ഞാൻ പറഞ്ഞു നീ കൊടുപ്പിച്ചോ, നോ പ്രോബ്ലം. കാരണം CCTVയും അവിടുത്തെ റെക്കോർഡും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ പേര് നമുക്ക് മാറ്റി പറയാൻ പറ്റിയാലും CCTVയിൽ നീ തന്നെയല്ലേ ഉണ്ടാവുക. ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് സോഷ്യൽ മീഡിയയിൽ കുറച്ച് ദിവസങ്ങളായി നമ്മുടെ ജസ്ന സലീമും അതുപോലെ സ്മൃതിയും തമ്മിൽ, ഒരു യൂട്യൂബറായ സ്മൃതിയും തമ്മിൽ പൊരിഞ്ഞ വാക്ക് തർക്കമാണ് ഗൈസ്. എന്താ പറയുക, ജസ്ന സലീമിനെതിരെ ഒരു വീഡിയോ സ്മൃതി ഇറക്കിയിട്ടുണ്ടായിരുന്നു, അവരുടെ യൂട്യൂബ് ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതും പൊക്കിപ്പിടിച്ച് വന്നുകൊണ്ട് ജസ്ന സലീം സ്മൃതിക്കെതിരെ വളരെ മോശമായ രീതിയിൽ എന്ന് വെച്ചാൽ ഒരു സ്ത്രീത്വത്തെ അപമാനിക്കുന്ന രീതിയിലും അവരുടെ ചാരിത്രത്തെ അപമാനിക്കുന്ന രീതിയിലുമാണ് ജസ്ന സലീം ഇപ്പോൾ ഒരു ആരോപണവുമായിട്ട് മുന്നോട്ട് വന്നിട്ടുള്ളത്. തീർച്ചയായും കീർത്തി ഇതിനൊരു ക്ലാരിഫിക്കേഷൻ നൽകേണ്ടതാണ് പ്രേക്ഷകർക്കും അതുപോലെ യൂട്യൂബേഴ്സിനും. അത് എത്രയും പെട്ടെന്ന് ഉണ്ടാവട്ടെ എന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം സോഷ്യൽ മീഡിയയിൽ ഒരു പെണ്ണിൻ്റെ മാനത്തിനെയാണ് വില പറഞ്ഞിരിക്കുന്നത് ജസ്ന സലീം. അപ്പോൾ നമുക്ക് ഇവരുടെ വീഡിയോസും ബാക്കിയുള്ള അവരുടെ സംസാരങ്ങളും നമുക്ക് കേൾക്കാം. നമുക്ക് മാറ്റി പറയാൻ പറ്റിയാലും CCTVയിൽ നീ തന്നെയല്ലേ ഉണ്ടാവുക. ഞാൻ വീഡിയോ കോൾ ചെയ്ത് സകല ഡീറ്റെയിലും പറഞ്ഞു കൊടുത്തു, സകല കാര്യങ്ങളും പറഞ്ഞു കൊടുത്തു. അപ്പോഴും അവർക്ക് വേണ്ടത് ഞാൻ റിമൂവ് ചെയ്യുക വീഡിയോ, ഞാൻ മാപ്പ് പറഞ്ഞ് അവളുടെ കാല് പിടിച്ച് മാപ്പ് പറയണം. നടക്കുന്ന കേസാണോ അത്? കാരണം നീ തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ കൊച്ചേ ഞാൻ ഇന്നാത്തിനാണ്. അപ്പോൾ ആ കുട്ടി സൈബർ സെല്ലിൽ കൊടുത്തിട്ടുണ്ടല്ലോ, എനിക്കൊരു കുഴപ്പമില്ല. കാരണം അന്വേഷണം വരും, അന്വേഷണം വന്നാലല്ലേ ഇതിൻ്റെ സത്യാവസ്ഥ മനസ്സിലാവുള്ളൂ. എല്ലാവർക്കും മൈഗ്രെയിന് കാണിക്കാൻ പോയ ഞാനിങ്ങനെ ഗൈനിക്കിനെ കാണിക്കാൻ പോയ ഇവളെ കണ്ടു എന്നുള്ളത് അപ്പോൾ എല്ലാവർക്കും ഡീറ്റെയിലായി മനസ്സിലായല്ലോ. അപ്പോൾ സുധീഷ് എന്ന് പറഞ്ഞ പയ്യൻ്റെ കൂടെയാണ് ഇവൾ വന്നത്. ഹോസ്പിറ്റലിലെ പേര് മാറ്റിയിട്ടുമാണ് കൊടുത്തത്. പേര് മാറ്റി കൊടുത്ത സമയത്ത് ഈ കൊച്ചിനെ കണ്ടപ്പോഴാണ് എനിക്കിത് മനസ്സിലായത്, ഇവളതും ഇതിൻ്റെ യഥാർത്ഥത്തിലുള്ള പേര് എനിക്ക് മനസ്സിലായതും. അതുകൊണ്ടാണ് ഞാൻ അതിനെ മെയിനായിട്ടൊന്ന് നോട്ട് ചെയ്തത്. അപ്പോൾ ഏതായാലും അന്ന് തൊട്ടിട്ടുള്ള ഒളിയം പെയ്യലാണ്. കുറച്ച് മുസ്ലിംസിനെയും കൂട്ടുപിടിച്ചിട്ട് നിങ്ങൾക്ക് ആ കുട്ടിയുടെ വീഡിയോ എടുത്ത് നോക്കിയാൽ തന്നെ കാണാം. എന്നിട്ട് ഞാൻ മതതീവ്രവാദം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു, അതും ആ കുട്ടിയുടെ പേരിൽ. മതതീവ്രവാദം ആയാലും സത്യം എന്തായാലും തെളിയൂട്ടോ. പിന്നെ വേറൊരു കാര്യം എന്നോട് പറഞ്ഞു, ഞാൻ വരയ്ക്കുന്ന കൃഷ്ണൻ്റെ കണ്ണ് ചത്ത് കിടക്കുകയാണോ അല്ലേ. അപ്പോൾ ഞാൻ ചോദിച്ചു, കൊച്ചെ നിൻ്റെ കണ്ണിന് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ആ കുഴപ്പമുണ്ട്. എന്നപ്പോൾ ഞാൻ പറഞ്ഞു, ആദ്യം നീ നിൻ്റെ കണ്ണ് റെഡിയാക്കിട്ടോ. എന്ന് ഇതിൻ്റെ സത്യാവസ്ഥ എത്ര ആൾക്ക് മനസ്സിലായി എന്നുള്ളത് എനിക്ക് ഏകദേശം മനസ്സിലായി. കാരണം അത്രമേൽ റീച്ച് അത് പോകുന്നുണ്ട്. പിന്നെ കൊച്ചു പറഞ്ഞൊരു കാര്യം ഉണ്ടല്ലേ, എനിക്ക് ഈ ഒരു വീഡിയോക്ക് മാത്രം റീച്ച് കിട്ടും, ചുമ്മാ അതാ കൊച്ചേ ഒന്ന് എൻ്റെ അക്കൗണ്ട് എടുത്ത് നോക്കാതിരിക്കുന്നുണ്ടാവും. ഏതായാലും സുധീഷ് ചേട്ടനോട് ഞാൻ ചോദിച്ചതായിട്ട് പറയണം. അപ്പോൾ ബൈ ട്ടോ. അപ്പോൾ സ്മൃതി ഒരു വോയിസ് മെസ്സേജ് ജസ്ന സലീമിന് അയച്ചിട്ടുണ്ടായിരുന്നു, അതും കൂടി നമുക്കൊന്ന് കേട്ടു നോക്കാം. ചെയ്തത് തെറ്റാണെന്ന് പറഞ്ഞ് മാപ്പ് പറഞ്ഞ് സോഷ്യൽ മീഡിയയിൽ അപ്ലോഡ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഞാൻ എല്ലായിടത്തും കൊണ്ട് കേസ് കൊടുക്കും. ഞാൻ BJPയിലും കൊടുക്കും, കോൺഗ്രസിലും കൊടുക്കും, എല്ലായിടത്തും കേസ് കൊടുക്കും. എല്ലാ പൊളിറ്റീഷ്യന്മാരുടെ അടുത്തും ഞാൻ കൊണ്ട് കേസ് കൊടുക്കും. എവിടെ വേണമെങ്കിലും ഞാൻ കേസ് കൊടുക്കും. പിന്നെ നിന്നെ സപ്പോർട്ട് ചെയ്യുന്ന ആരെ സപ്പോർട്ട് ചെയ്യാതിരിക്കാനുള്ള വഴി എനിക്കറിയാം. ഞാൻ കൊയിലാണ്ടി ആശുപത്രി പോകും. ആശുപത്രി പോയിട്ട് കൊയിലാണ്ടി ആശുപത്രി ഞാൻ വന്നു ഇങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞ ഒരു സ്ത്രീ ഇതുപോലെ ചെയ്തു, ഇതുപോലെ വീഡിയോ ഇട്ടു എന്ന് പറഞ്ഞ് ഞാൻ കൊയിലാണ്ടി ആശുപത്രി പോയിട്ട് അവിടുത്തെ എല്ലാ ലിസ്റ്റും എല്ലാ സകലമാന സാധനവും എടുത്ത് ആ ആശുപത്രിക്കാരെയും കൊണ്ടുപോലും ഞാൻ കേസ് കൊടുപ്പിക്കും. കാരണം ഒരു ആശുപത്രിയെ കുറിച്ചിട്ടും കൂടിയാണ് അനാവശ്യം പറഞ്ഞത്. കേസ് കൊടുപ്പിക്കട്ടെ. ഞാൻ അവിടെ പോകും. എനിക്കിപ്പോ എന്ത് സംഭവിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ആ കൊയിലാണ്ടി ആശുപത്രി പോകും. ഒരു ഹോസ്പിറ്റൽ ഉൾപ്പെടെ വന്ന് എന്റെ കൂടെ വന്ന് കേസ് പറയും. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം സ്മൃതി അപ്ലോഡ് ചെയ്ത ഒരു വീഡിയോന്റെ ചെറിയൊരു ഭാഗമാണ് ഗൈസ് ഇത്. വളരെ മാന്യമായ ഭാഷയിൽ വിമർശനം നടത്തുന്ന സമയത്ത്, ആരോപണം ഉന്നയിക്കുന്ന സമയത്ത് അതിന് മറുപടി മാന്യമായ ഭാഷയിൽ തിരിച്ചു നൽകാം. അതല്ലെന്നുണ്ടെങ്കിൽ കോടതിയെ സമീപിക്കാം. അപ്പൊ ഇതൊന്നും ചെയ്യാതെ അപമര്യാദയായിട്ടുള്ള വൃത്തികെട്ട രീതിയിലുള്ള ഒരു രീതിയിലും പ്രൂഫ് ഇല്ലാത്ത കാര്യങ്ങൾ ഉന്നയിക്കുന്നതിലൂടെ ആ വ്യക്തിക്ക് എന്ത് സത്യസന്ധതയാണുള്ളത്? ആ വ്യക്തിക്ക് സത്യസന്ധതയില്ല. ആ വ്യക്തിയുടെ സ്ഥിരം കലാപരിപാടിയാണ് ഇത് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അതും കേട്ടിട്ട് വന്ന് ഇത്തരം കമന്റുകൾ ഇടുന്നത് ശരിയാണോ? അപ്പൊ ഇത്തരം കമന്റുകൾ ഇടുന്നവരും കുറ്റക്കാരല്ലേ? അതെ, അത് ഫേക്ക് ഐഡിയയിൽ നിന്നാണെങ്കിലും റിയൽ ഐഡിയയിൽ നിന്നാണെങ്കിലും ഇത്തരം കമന്റുകൾ ഇട്ടാലും അവരും കുറ്റക്കാരാണ്. ഇതൊന്നും മനസ്സിലാക്കാത്ത കുറെ ആൾക്കാർ. അപ്പോൾ എത്രയും പെട്ടെന്ന് ഇവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അങ്ങോട്ടും ഇങ്ങോട്ടും പകരത്തിന് പകരമായിട്ട് മാനം പോകുന്ന രീതിയിലൊന്നും ആരും പ്രതികരിക്കാതിരിക്കുക. എല്ലാവർക്കും അവരവരുടേതായ ജീവിതം ഉണ്ടെന്ന് മനസ്സിലാക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാല്ലേ. നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ ടാറ്റാ ബൈ.